യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകലിൽ ദൈവസന്നിധിയിൽ കടന്നുകൊണ്ട് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരു ദിനം കൂടി നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രസാദിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് യോർദാൻ നദിയിൽ സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം നമ്മിൽ പ്രസാദിക്കുവാനായിട്ടിടയായിരുന്നു. കയീനിനെ കുറിച്ചും ഹാബേലിനെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു. കയീൻ ഒരു യാഗം അർപ്പിച്ചു. എന്നാൽ കയീനിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും അവൻ്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ ദൈവത്തിനൊരു പ്രസാദമുണ്ടായെങ്കിൽ മാത്രമേ നാം അർപ്പിക്കുന്ന കാര്യങ്ങളിലും ദൈവത്തിന് ഒരു പ്രസാദമുണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ പരമപ്രധാനമായി നാം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ബോധ്യമെന്ന് പറയുന്നത് നാം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? ഇപ്പൊ ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്മ ചെയ്യുവാനിടയാകണം. ഹല്ലേലൂയ. ഇപ്പൊ കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കാഞ്ഞത് വ്യക്തിപരമായി അവനിൽ ഒരു നന്മ കാണാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ദൈവത്തിന് കയീനിൽ പ്രസാദിക്കുവാൻ കഴിയാതെ പോയത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പല മതവിഭാഗത്തിലുള്ള ആളുകളുമുണ്ട്. നമുക്കറിയാം, യേശുവിനെ അറിയാത്ത ആളുകൾ പോലും വളരെ നല്ല മനുഷ്യരുണ്ട്, അല്ലേ? വളരെ സ്നേഹമുള്ള, വളരെ ദയയുള്ള, വളരെ ആളുകളോട് കരുണ കാണിക്കുന്ന, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒക്കെ നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവം ഒരുവനിൽ പ്രസാദിക്കണമെങ്കിൽ ഇവിടെ പറയുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകില്ലയോ? അപ്പൊ ദൈവം ഒരുവനിൽ പ്രസാദിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ നന്മ എവിടുന്നാണ് വരേണ്ടത്? അത് ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത്. ഹൃദയത്തിനകത്ത് നന്മയുള്ള ഒരു വ്യക്തി ആ ചെയ്യുന്ന കാര്യങ്ങളും നന്മയുള്ള കാര്യങ്ങളായിരിക്കും. മറ്റൊരാൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യവും ചെയ്യാൻ അങ്ങനെയുള്ളവർ ബന്ധപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് നന്മയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് എപ്പോഴും ഉപകാരം വരുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഇതാണ്, നാം നന്മ ചെയ്യുവാനിടയാകണം. നാം നന്മ ചെയ്യുന്നെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ടിടയാകണം. അതിന് പറയുന്നു, ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. ഇപ്പൊ ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം. അപ്പൊ നമ്മൾ നടക്കുന്ന വഴികളിൽ ദൈവത്തിന് പ്രസാദമുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നുണ്ടോ? കേവലം ഞായറാഴ്ച വന്ന് നമ്മൾ 2 പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ചു പോകുന്ന അനുഭവമാണോ? കേവലം ഒരു ദിവസമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത്, എല്ലാ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിനവും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഒരുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടിടയാകണം. കേവലം
ആലയത്തിൽ കടന്നു വരുമ്പോൾ മാത്രമല്ല നമുക്കൊരു ഭക്തി ഉണ്ടാകേണ്ടത്. ഈ ഭക്തി ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടണം.